അയൽവീട് അസ്വസ്ഥമാണ്. അധികാരി വെളിച്ചം കടക്കാത്ത ഗുഹയിലൂടെ ഒളിച്ചോടി. ജനങ്ങൾ തെരുവിലുണ്ട്. അവിടെ മതങ്ങളുണ്ട്. ന്യൂനപക്ഷവും ഭൂരിപക്ഷവുമുണ്ട്. അവിടെ രൂപപ്പെടേണ്ട സൗഹൃദത്തെപ്പറ്റി സംസാരിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് തോന്നുകയാണ്. മതങ്ങൾ തമ്മിലുള്ള, ഇസ്ലാമും മറ്റു മതങ്ങളും തമ്മിലുള്ള, മറ്റു മതസ്ഥരും ഇസ്ലാമിക സഹോദരങ്ങളും തമ്മിലുണ്ടായിരുന്ന ഒരു സൗഹൃദം. ഈ സൗഹൃദം സ്വാഭാവികമായി രൂപപ്പെട്ടു വരേണ്ടതാണ്. നാം ദേശീയ സമരകാലത്തേക്ക്, കേരളത്തിൽ നടന്ന സമരകാലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഈ സൗഹൃദത്തിൻ്റെ നിഴലുകൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. മലപ്പുറം പടപ്പാട്ടുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പശ്ചാത്തലം വായിക്കുമ്പോൾ അവിടെ സാമൂതിരിയോടൊപ്പം ചേർന്ന്, പാറനമ്പി എന്ന സാമൂതിരിയുടെ അധികാരിയുമായി ചേർന്ന് മുസ്ലിങ്ങൾ അധികാരിയോട് സമരം ചെയ്യുകയും അവിടെ ജയിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ എടുക്കൂ എന്ന് സാമൂതിരിയും പാറനമ്പിയും അവർക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട്. അതുപോലെ തന്നെ പാറനമ്പിയുടെ പുതിയ തലമുറ വരുമ്പോൾ, മുസ്ലിങ്ങളുടെ ഒരു പള്ളി പൊളിക്കാൻ വരുമ്പോൾ അവിടെ മുസ്ലിങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്യുന്നത് സാധാരണക്കാരായ ഹൈന്ദവരാണ്. അതുപോലെ തിരൂരിലെ വാഗൺ കൂട്ടക്കൊല നോക്കുമ്പോൾ അവിടെ ആ ബോഗിക്കുള്ളിൽ പിടഞ്ഞതിൽ ഹൈന്ദവരും ഉണ്ട് എന്നുള്ളതാണ്. അതിനോടൊപ്പം പിന്നെ വാഗൺ സമരത്തിന് നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് ഹിച്ച്കോക്ക്, അദ്ദേഹത്തിൻ്റെ പ്രതിമ വള്ളുവമ്പ്രത്ത് ഉയരുമ്പോൾ 1944 കൊണ്ടോട്ടിയിൽ നിന്ന് വള്ളുവമ്പ്രത്തേക്കൊരു ജാഥ നടക്കുകയാണ്. അപ്പോൾ ആ ജാഥയെ നയിക്കുന്നത് കമ്പളത്ത് ഗോവിന്ദൻ നായരാണ്. അപ്പോൾ അദ്ദേഹം അന്ന് 21 നമ്മൾ ഈ മലയാളത്തിൽ എന്ന് പറഞ്ഞൊരു മനോഹരമായൊരു പടപ്പാട്ട് അന്നവിടെ പാടുന്നുണ്ട്. ആ പാട്ട് പാടിക്കൊണ്ടാണ് ആ ജാഥ പോകുന്നത്. അപ്പോൾ അവിടെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും ആലി മുസ്ലിയാരെയും ഒക്കെ വകവരുത്തിയ ഒരാളെ, അദ്ദേഹത്തിൻ്റെ സ്മരണയെ ഇവിടെ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൗഹൃദത്തോടെ ഒരു സമരം, പരസ്പരം ഇഴുകിച്ചേർന്നുള്ളൊരു സമരം രൂപപ്പെടുകയാണ്. അപ്പോൾ ഈ സമരകാലത്തെ ഈ അധികാരികൾക്കെതിരായിട്ടുള്ള സമരമാണതെല്ലാം. അപ്പോൾ അധികാരികൾക്കെതിരായ പ്രക്ഷോഭങ്ങളിൽ, സമരങ്ങളിൽ ഉണ്ടായ, അല്ലെങ്കിൽ അവരൊരുമിച്ച് ചേർന്നുകൊണ്ട് നീതിക്ക് വേണ്ടി പോരാടുന്ന മനോഹരമായൊരു ചരിത്രം നമ്മളുണ്ട്. നമ്മുടെ ഈ ബംഗ്ലാദേശ് പശ്ചാത്തലമായി വരുമ്പോൾ പോലും ആ സൗഹൃദത്തെപ്പറ്റി നമ്മൾ ഒരുപാട് സംസാരിക്കേണ്ടി വരും. നമ്മൾ ജീവിക്കുന്നത് ഭൂമിയിലാണ്. ഭൂമിയുടെ ഒരു പ്രത്യേകത, ഭൂമിയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്, ധാരാളം വൈജാത്യങ്ങളുണ്ട്. ഈ വൈരുദ്ധ്യങ്ങളും വൈജാത്യങ്ങളും വളരെ സമരസപ്പെട്ട് ബഹുസ്വരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഈ ഭൂമി ലോകത്തിനുള്ളത്. ഇവിടെ ഒരേ കളറിലുള്ള മനുഷ്യരല്ല, ഒരേ ചിന്താഗതിയുള്ളവരല്ല, ഒരേ ആകൃതിയുള്ളവരല്ല, ഒരേ തരം മനുഷ്യരല്ല, ഒരേ തരം ജീവികളല്ല. അനേകതരം വൈരുദ്ധ്യങ്ങളും വൈജാത്യങ്ങളും വളരെ ബഹുസ്വരമായി സമരസപ്പെട്ടു പോകുന്ന ഒരു സംവിധാനമാണ് ഭൂമി ലോകത്തിൻ്റെ ഒരു അടിസ്ഥാന പ്രകൃതം. അതാണ് നമ്മൾ നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അധികാരി വർഗത്തിനെതിരെയാണെങ്കിലും, അത് ഈ കൊളോണിയൽ കാലത്തെ അധികാരി വർഗത്തിനെതിരെയാണെങ്കിലും, അതിന് ശേഷമാണെങ്കിലും മുമ്പാണെങ്കിലും, ലോക ചരിത്രം എടുത്തു നോക്കിയാൽ പീഡിതർ ഒന്നിച്ചിട്ടുണ്ട്, മറുപക്ഷത്ത് മുതലാളിമാർ ഒന്നിച്ചിട്ടുണ്ട്, ഇതുപോലെ തൊഴിലാളികൾ ഒന്നിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ചില ആശയങ്ങളുടെ പേരുകളിൽ ഒക്കെ ഒന്നിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരം വൈജാത്യങ്ങൾ കടന്നു വന്ന സ്ഥലങ്ങൾ വളരെ കുറവായിരുന്നു. അപ്പോൾ ആ വൈജാത്യങ്ങൾക്ക്, ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊന്നും പ്രസക്തി കൊടുക്കാത്ത ഒരു ചരിത്രമാണ് മൊത്തത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുക. മലബാർ സമര കാലഘട്ടത്തിൽ നമുക്കത് വ്യക്തമാണ്. അതുപോലെ അതിനുശേഷമുള്ള പല സമരങ്ങളിലും, അതിനു മുമ്പുള്ള 1857 സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലൊക്കെ അത് വ്യക്തമാണ്. ഇനി അതിനു മുമ്പുള്ള, ഇപ്പോൾ വാസ്കോഡിഗാമ വന്നതിന് ശേഷം പോർച്ചുഗീസുകാർക്കെതിരെ, ഡച്ചുകാർക്കെതിരെ, ഫ്രഞ്ചുകാർക്കെതിരെ ഒക്കെ നടന്ന സമരത്തിൽ, ഇപ്പോൾ ഇവിടെ ചാലിയങ്കോട്ട യഥാർത്ഥത്തിൽ സാമൂതിരിയുടെ കോട്ടയാണ്. ആ ചാലിയങ്കോട്ട വളഞ്ഞപ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പള്ളികളിലേക്ക് ഖുതുബ, പള്ളികളിൽ വായിക്കുന്ന പിന്നെ ജുമാക്ക് വെള്ളിയാഴ്ച നമസ്കാരത്തിന് വേണ്ടി വായിക്കുന്ന ഖുതുബ, ആ ഖുതുബ എഴുതിയത് അന്നത്തെ കാളി മുഹമ്മദ് എന്ന് പറയുന്ന വളരെ വലിയ കാളിയും മഹാപണ്ഡിതനുമാണ്. അദ്ദേഹം മലബാറിലെ മുഴുവൻ പള്ളികളിലേക്കും സാമൂതിരിയെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് കത്തെഴുതുകയാണ്. അത് പള്ളികളിലൊക്കെ വായിക്കുകയാണ്. മലബാറിൽ നിന്ന് ഇഷ്ടം പോലെ മുസ്ലിങ്ങൾ ചാലിയത്തേക്ക് വരികയാണ്.
സാമൂതിരിയെ പുകഴ്ത്തിയിട്ട് ഫത്തുൽ മുബീൻ എന്ന് പറയുന്ന ഒരു വലിയ ഗ്രന്ഥം, കാവ്യ ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ സൗഹൃദം എല്ലായിടത്തും നിന്നിട്ടുണ്ട്. ഇപ്പോൾ പൊന്നാനി മുസ്ലിങ്ങളുടെ മക്കയാണ് അല്ലെങ്കിൽ മദീനയാണ്. അവിടുന്നാണ് ഈ മുസ്ലിം ലോകത്തിന് ഇത്രമാത്രം ആത്മീയമായ ഊർജം കിട്ടിയത്. ഈ പൊന്നാനിയിലെ മഖ്ദൂമുമാര് അതാത് കാലഘട്ടത്തിലെ ഹിന്ദുക്കളെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെയും അവരൊക്കെ വളരെ സൗഹൃദപൂർവ്വം ജീവിച്ച് പോന്നവരാണ്. മമ്പർന്നങ്ങളെ ചരിത്രം നമുക്കൊക്കെ അറിയുന്നതാണ്. അതുകൊണ്ട് ഈ ഹിന്ദു മുസ്ലിം സൗഹൃദം അല്ലെങ്കിൽ മറ്റു മതങ്ങളുമായിട്ടുള്ള ഈ സൗഹൃദം എന്നൊക്കെ ഉള്ളത് ലോകത്ത് എക്കാലവും നിലനിന്നതാണ്. ചില തൽപര കക്ഷികൾ അതിനെ വികൃതമാക്കുന്നുണ്ട് എന്ന് സ്വാഭാവികമാണ്. എല്ലാ വൈജാതികളുടെ ഇടയിലൂടെയും നുഴഞ്ഞു കയറി ചില അസ്പൃശ്യതകളൊക്കെ സൃഷ്ടിച്ച് മുതലെടുപ്പ് നടത്തുന്നവരുണ്ട്. മതങ്ങളുടെ പേരിൽ ഈ മുതലെടുപ്പ് നടത്തുന്നവർ മതത്തിന് രാഷ്ട്രീയവുമായി കൂട്ടിക്കെട്ടിയവരാണ് എപ്പോഴും മുതലെടുപ്പ് നടത്തുന്നത്. ഇപ്പം ഹിന്ദു മതത്തിന് ഒരുപാട് നല്ല മുഖങ്ങളുണ്ട്. പക്ഷെ ആ മുഖങ്ങളെ ആരാണ് ഇവിടെ നിഷ്പ്രഭമാക്കുന്നത്? ഹിന്ദു മതത്തെ രാഷ്ട്രീയവുമായി വെച്ച് കെട്ടുന്നവരാണ്. ക്രൈസ്തവ മതത്തിന് ഇവിടെ ഒരുപാട് നല്ല മുഖങ്ങളുണ്ടാവും. ആ മുഖങ്ങളെ ആരാണ് വികൃതമാക്കുന്നത്? അതും രാഷ്ട്രീയ താല്പര്യമാണ്. മറ്റു പല താല്പര്യങ്ങളുണ്ടാകും, പക്ഷെ രാഷ്ട്രീയ താല്പര്യമാണ് മുന്നിൽ നിൽക്കുന്നത്. ഇതുപോലെ ജൂതമതം ലോകത്ത് ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചൊരു മതമാണ് ജൂതന്മാർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ താല്പര്യം കൂടിയാണ് അവരിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഇസ്ലാം ലോകത്ത് 3/4 പ്രദേശത്തും ഭരണം നടത്തിയൊരു മതമാണ്. എവിടെയെങ്കിലും ഒരു ഇൻക്വിസിഷൻ അവിടുത്തെ അമുസ്ലിങ്ങൾ മൊത്തം ചട്ടച്ചുടക്കുകയോ അല്ലെങ്കിൽ അമുസ്ലിങ്ങളോട് പോകാൻ പറയുകയോ ഒരു ചർച്ചോ ഒരു അമ്പലോ പൊളിക്കാനുള്ള ആഹ്വാനം കൊടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അത്രയും നല്ലൊരു മതം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മതം. ആ മതത്തിലും ചില പൊളിറ്റിക്കൽ ഐഡിയോളജികളൊക്കെ കടന്നുകൂടിയിട്ട് നമ്മൾ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയും. അവർ ഈ മുഖത്തെങ്ങനെ വികൃതാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ബംഗ്ലാദേശിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഭരണാധികാരിക്കെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആ ഭരണാധികാരിക്ക് എന്തെങ്കിലും തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് നമ്മൾ ഒരു പൊളിറ്റിക്കൽ അനലിസ്റ്റ് അല്ലാത്തത് കൊണ്ട് നമ്മളതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട. ഒരു പക്ഷേ ശരിയുണ്ടാവാം, തെറ്റുണ്ടാവാം. അവർ ചെയ്തതെല്ലാം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഇന്ത്യയിൽ കേരളത്തിൽ ഇന്ന് 100% ശരിയായിട്ട് വിലയിരുത്താൻ നമ്മൾ ആളുകളുമല്ല. അതേസമയം വരുന്ന ന്യൂസുകളൊക്കെ അനുസരിച്ച് രണ്ടുമുണ്ട്. ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന സ്ത്രീ കഴിഞ്ഞ 5 ടേമിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു എക്കണോമിക് വ്യൂവിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേസമയം അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നിടത്തും സ്വജനപക്ഷ പാദത്തിലൊക്കെ അവർ കുറച്ച് അതിക്രമം കാണിച്ചു. ജനങ്ങൾ തെരുവിലിറങ്ങി. സ്വാഭാവികമാണ്, അവിടുന്ന് പോകേണ്ടി വന്നു. അതൊക്കെ ചില രാഷ്ട്രങ്ങളിൽ സംഭവിക്കുന്ന. പക്ഷേ അതിനിടയിൽ ഇസ്ലാമിസ്റ്റുകൾ കടന്നുകൂടി. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇന്ത്യ ഇത്തരം ഈ ഏരിയകളിലൊക്കെ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കശ്മീർ തീവ്രവാദം ഇത്ര ശക്തിപ്പെടാനുള്ളൊരു കാരണം എന്താ? അവിടെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ സ്വാധീനം ഉണ്ടായി എന്നുള്ളതാണ്. അത് ആ തീവ്രവാദത്തിൻ്റെ ഹിസ്റ്ററി പഠിച്ചവർക്കൊക്കെ അറിയാം. പാകിസ്ഥാനിൽ ഇത്രമാത്രം തീവ്രവാദികൾ വളരാനുള്ളൊരു കാരണവും ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇതുപോലെ ബംഗ്ലാദേശിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളാണ്. ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമിയും പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമിയും ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയും കശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിയും ഇത് 4 എന്നൊക്കെയുള്ള ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്. പക്ഷേ അത് 100% ശരിയല്ല. എന്നാൽ എല്ലാം 100% ഒന്നാണ് എന്നും പറയാൻ പറ്റില്ല. ചില കൊടുക്കൽ വാങ്ങലുകളുണ്ട്, ചില സപ്പോർട്ടുകളുണ്ട്, ഏറ്റെടുക്കലുകളുണ്ട്. ലോകത്ത് എവിടെയും നല്ലത് സംഭവിച്ചാൽ അത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായതാണെന്ന് പറയും. എന്തെങ്കിലും തെറ്റാണെന്ന് അവർക്ക് തോന്നിയാൽ അത് ഞങ്ങളുടേതല്ല എന്ന് പറയും. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് ബംഗ്ലാദേശിൽ ഇന്ന് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ അത് പൊളിറ്റിക്കൽ ഐഡിയോളജിയെ മതവുമായി കൂട്ടിക്കെട്ടാനുള്ളൊരു ശ്രമമാണ്. അല്ലാതെ ഇസ്ലാമായിട്ടും അതിനൊരു ബന്ധമില്ല. മതത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ മതത്തിനതൊരു ജൈവിക മുഖമുണ്ട്. മതത്തെ രാഷ്ട്രീയമായി ഉപയോഗിച്ചുകൊണ്ട് ലാഭങ്ങൾ നേടുന്നതിനും നമുക്ക് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഇപ്പോൾ ഇസ്ലാമിൻ്റെ ഈ വളർച്ച, നമ്മളിപ്പോൾ കേരളത്തിലേക്ക് തന്നെയുള്ള വളർച്ച നോക്കുമ്പോൾ വളരെ ജൈവികമായി ഇവിടെ വന്നിറങ്ങുകയും അവരോട് സൗഹൃദം സ്ഥാപിക്കുകയും
അപ്പോൾ ഈ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം അന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇവിടെ മനുഷ്യൻ എന്ന ഒരു പരിഗണന പോലും, നായ നടക്കുന്ന വഴിയിലൂടെ മനുഷ്യൻ നടന്നാൽ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എന്നാണ് പറയുന്നത്. കണ്ടാൽ പോലും അവരെ വഴിമാറി നടക്കുക, പിന്നെ തമ്മിലുണ്ണാത്തോർ, കെട്ടില്ലാത്തോർ, അങ്ങനെ ഒട്ടല്ലഹോ ജാതി. ഇപ്പം സ്വാമി വിവേകാനന്ദൻ ഇതെന്തൊരു നാടാണ്, ഇതുപോലെ ഒരു ഭ്രാന്താലയം കാണാൻ അത് അവിടെ വന്നതിൽ അദ്ദേഹം ആ ഒരു വിഷമം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വലിയൊരു സാംസ്കാരികമായ മൂല്യച്യുതികൾ നേരിട്ട ഒരു സമൂഹത്തിൽ ഇസ്ലാം വന്ന് ഒന്നിനെയും തുടച്ചു നീക്കുകയല്ല, അവിടെ അക്രമം കാണിക്കുകയോ, ഇവിടെ നമ്മൾ സഞ്ചാര ചരിത്രം നോക്കുമ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. നേരത്തെ വാസ്കോഡഗാമയുടെ കാര്യം പറയുന്നുണ്ട്, വൈദേശിക ശക്തികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ വന്നിട്ട് ചിലർ പിന്നെ അധികാരത്തിന് ഒരു ആധിപത്യ സ്വഭാവത്തിലേക്ക് പോകുമ്പോൾ ജൈവികമായി വന്ന് ഇവിടെയുള്ള മനുഷ്യരോടൊപ്പം ചേരുകയും വസ്ത്രത്തിലാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ നമ്മളോട് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, വാസ്കോഡഗാമ വന്നു, അധികാരം സ്ഥാപിച്ചു, ശേഷം ഡച്ചുകാർ വന്നു, അധികാരം സ്ഥാപിച്ചു, ഫ്രഞ്ചുകാർ വന്നു, അധികാരം സ്ഥാപിച്ചു. പക്ഷെ ഇതിനു മുമ്പ് സഹസ്രാബ്ദങ്ങളായിട്ട് അറബികൾ വന്നു. അവർ ഇവിടുത്തെ ഹിന്ദു രാജാക്കന്മാരുടെ സ്വന്തക്കാരായിട്ട് ജീവിച്ചു. അവര് കൊള്ളടിച്ചില്ല, ഒന്നും ചെയ്തില്ല. ഇനി മതം പ്രചരിപ്പിച്ചോ, സ്വാഭാവികമായൊരു മതപ്രചാരണമായിരുന്നു. എന്ന് പറഞ്ഞാൽ അവര് നല്ലൽക്ക് ജീവിച്ചപ്പോൾ ഈ തൊട്ടുകൂടായ്മയും അസ്പൃശ്യതയൊക്കെ, അൺടച്ചബിലിറ്റിയിൽ ഇത്രമാത്രം അസ്വസ്ഥപ്പെട്ടെടുക്കുന്ന ഒരു നല്ല ജനങ്ങൾ അവരിലേക്ക് വന്നു എന്ന് ഒഴിവാക്കി നിർത്തിയാൽ, കൊളോണിയൽ കാലഘട്ടത്തിൽ നടന്ന ഒരു മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് കടുത്ത ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴും അതിൻ്റെ ശേഷിപ്പുകൾ ഇവിടെ ഉണ്ട്. അതുപോലെ ഒരു മതപരിവർത്തനമോ അല്ലെങ്കിൽ ഒരു കൊളോണിയൽ വാഴ്ചയൊന്നും ഇവിടെ നടന്നിട്ടില്ല. അപ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അറബികൾ ലോകത്ത് എവിടെയെല്ലാം സഞ്ചരിച്ചു, എവിടെയെങ്കിലും കോളനികൾ സ്ഥാപിച്ചോ, പക്ഷെ മറ്റുള്ളവരെന്ത് ചെയ്തു? അവർ സഞ്ചരിച്ചവിടത്തൊക്കെ അവിടുത്തെ രാജാക്കന്മാരെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ. എവിടെയെല്ലാം പോകുന്നോ, ഇപ്പൊ ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന പോലും അമേരിക്കൻ കളിയാണ് എന്ന് അദ്ദേഹത്തിന് അവർക്ക് പറയേണ്ടി വന്നു. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് സ്വഭാവമാണ്, തനി നിറാണ്. പക്ഷെ അങ്ങനെ ഒരു ഇത് അറേബ്യൻ നാടുകൾക്കോ അറബികൾക്കോ ഇല്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മൾ കാത്തു സൂക്ഷിച്ച തനിമ എന്നാണ്. ഇപ്പോൾ നമ്മൾ ഇസ്ലാമിനെ എടുക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞതുപോലെ മനുഷ്യൻ എന്നുള്ള ഒരു മഹത്തായ ഒരു പരിഗണന ഇസ്ലാമിലുണ്ട്. അത് ന്യൂനപക്ഷമാവട്ടെ ഭൂരിപക്ഷമാവട്ടെ ആരോ ആകട്ടെ, മനുഷ്യൻ എന്നുള്ള ഒരു വലിയൊരു പരിഗണന കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇസ്ലാം വന്നു, ഇവിടെ അറബി മലയാളം പ്രാദേശികമായിട്ട്, അതുപോലെ ഇവിടുത്തെ ഭാഷ, സംസ്കാരം, വസ്ത്രം, പാട്ടുകൾ, നമ്മുടെ മാലപ്പാട്ടുകൾ, അങ്ങനെയൊക്കെ ഒരു ജൈവികമായ മാറ്റങ്ങൾ, അതിൻ്റെ വളർച്ചകൾ ഇസ്ലാം ആളുകൾ വന്ന് സ്വീകരിക്കണം. കാരണം ഒരു സാംസ്കാരിക മാറ്റമാണ് അവിടെ നടക്കുന്നത്. ഒരു ഇസ്ലാമിലേക്ക് ആളുകൾ അറിയുമ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് മനുഷ്യൻ എന്ന പരിഗണന കിട്ടുന്നു, ഞങ്ങൾക്ക് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നു, ഞങ്ങൾക്ക് ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിയുന്നു, അങ്ങനെ ഞങ്ങൾക്ക് മനുഷ്യനാകാൻ കഴിയുന്നു എന്നുള്ളൊരു സാംസ്കാരിക സ്വാതന്ത്ര്യം കിട്ടുന്നു. അങ്ങനെ വരികയാണ് ഇവിടെ. എന്നാൽ പിന്നീട് ഈ അധികാരികൾ വന്ന് സമരങ്ങൾ ചെയ്യുന്നുണ്ട്. സമരങ്ങളും ഇതുപോലെ എല്ലാവരും കൂടെയുള്ള മനുഷ്യർ ചേർന്നുകൊണ്ടുള്ള അധികാരികൾക്കെതിരെയുള്ള സമരമാണ്. പക്ഷെ അവിടെയും നമ്മൾ ഈ കുമാരനാശാനൊക്കെ ദുരവസ്ഥയിൽ ഈ ക്രൂര മുഹമ്മദർ എന്നൊരു പ്രയോഗം നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ പല വായനകളുണ്ട്. അപ്പോൾ അവിടെ നടന്ന ഒരു കലാപം എന്നവർ പറയുന്ന ഒരു പ്രതിരോധ സമരം അവിടെ നടക്കുമ്പോൾ ഈ ആളുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അവിടെ ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ അത് മതമല്ല, അവിടെ ചിലപ്പോൾ ഈ ബ്രാഹ്മണ വീടുകൾ കത്തിക്കുന്നു, ആളുകളെ കയറി ആക്രമിക്കുന്നു, പിന്നെ ഹൈന്ദവ സ്ത്രീകളെ ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവിടെ ആൾമാറാട്ടം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതേസമയം ഒരുപക്ഷെ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ പോലും അത് ഇസ്ലാമിൻ്റെ നിലപാടല്ല. അത് ന്യൂനപക്ഷങ്ങളോടുള്ള മനുഷ്യരോടുള്ള ഇസ്ലാമിന്റെ നിലപാട് അതല്ല. മനുഷ്യർക്ക് വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉണ്ടാവും. എല്ലാം മതമാണ് ഇടപെട്ടത് എന്ന് പറയാൻ പറ്റില്ല. റോഡിൽ ഒരു മുസ്ലിമും അമുസ്ലിമും തല്ലുണ്ടാക്കിയാൽ മുസ്ലിമിന്റെ മതവും അമുസ്ലിമിന്റെ മതവും തമ്മിലാണ് തല്ല് എന്ന് പറയുന്നത് വളരെ അൺലോജിക്കാണ്. ഇതുപോലെയാണ് അക്കാലഘട്ടത്തിൽ പിന്നെ നായന്മാർക്കെതിരെ, നമ്പൂതിരിമാർക്കെതിരെ, അതുപോലെ ഇവിടുത്തെ മേലാളവർഗം എന്ന് വിശ്വസിക്കപ്പെടുന്നവർക്കെതിരെ ശക്തമായ സമരങ്ങൾ നടന്നിട്ടുണ്ട്. ആ സമരങ്ങൾക്ക് മതമായിട്ടും ബന്ധപ്പെടുത്തുന്നതിൽ അർത്ഥമല്ല. ഏതെങ്കിലും ഒരു പണ്ഡിതൻ ആഹ്വാനം ചെയ്തതോ അല്ലെങ്കിൽ മതത്തിൻ്റെ ഒരു കൂട്ടമായൊരു തീരുമാനമോ, മത അധ്യക്ഷന്മാരുടെ കൂട്ടമായ തീരുമാനമോ, അല്ലെങ്കിൽ ഒരുപാട് കാളിമാരും ഒക്കെ ഉള്ള ഒരു സമയത്താണ് അവരുടെ ഏതെങ്കിലും ഒരു വിധി അനുസരിച്ചൊന്നുമല്ല.
ഓരോ നാട്ടിലെ ജനങ്ങളും വിഷമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു പ്രകടനം ഇന്നത്തെ പോലെ നിയമങ്ങളോ അല്ലെങ്കിൽ മനുഷ്യനെ എഡ്യൂക്കേറ്റഡ് ഒന്നും അല്ല. അവിടെ ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കാം എന്ന് പറയുന്ന കോലത്തിലല്ല അന്നുണ്ടായിരുന്നത്. അപ്പോൾ അയൽവാസി പോലും വിഷമം അനുഭവിക്കുമ്പോൾ അയൽവാസിയുടെ വിഷമം ഇന്നാലിനെ വ്യക്തി കൊണ്ടാണ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ തിരുത്താൻ, അത് അന്ന് എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ടുള്ള തിരുത്തലും മറ്റു നിയമം കൊണ്ടുള്ള തിരുത്തലും വളരെ കുറവായിരുന്നു. എല്ലാവരും കയ്യൂക്കുള്ള കാര്യക്കാരനായിരുന്നു. അപ്പോൾ ഓരോരുത്തരെ കയ്യൂക്കിനെ അവസാനിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് മൊത്തത്തിൽ നടന്നത്. അപ്പോൾ അതാണ് സത്യത്തിൽ അത്തരം കവിതകളിലും മറ്റൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതേസമയം മതം എന്നുള്ളത് ഇവിടെ വളരെ കൃത്യമാണ്. മതങ്ങളുടെ പ്രത്യേകത എന്താ? മതങ്ങൾക്ക് ടെക്സ്റ്റുകളുണ്ട്, മതങ്ങൾക്ക് ചില ആചാര്യന്മാരുണ്ട്, ചില പ്രൊപ്പഗേറ്റേഴ്സ് ഉണ്ട്, അത് പ്രചരിപ്പിച്ച ആളുകളുണ്ട്. അവരിവിടെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിന് അപ്പുറത്തേക്ക് കോടിക്കണക്കിന് വിശ്വാസികളുള്ള മതങ്ങളിലെ ഹിറ്റ്ലർ ഒരു മതവിശ്വാസിയല്ലേ? മുസോളിനി ഒരു മതവിശ്വാസിയല്ലേ? ഇതുപോലെ ലോകത്ത് ഇന്ന് ഇപ്പോൾ ഒരു ഇറാൻ എന്ന് പറയുന്ന ഒരു സ്വന്തം രാഷ്ട്രത്തിൽ പോയി ഒരു മറ്റൊരു രാഷ്ട്രത്തിലെ ഒരു പൗരനെ കൊല്ലുകയാണ്. ഒരു മതത്തിന്റെ ആളുകൾ തന്നെയല്ല ചെയ്തത്, ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരല്ല ചെയ്തത്. അപ്പോൾ വ്യക്തികൾ ചെയ്യുന്നതിന് മതവുമായി കൂട്ടിക്കെട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു പൊതു വായനയാണ്. പക്ഷെ അതൊന്നും ഒരു ബുദ്ധിപരല്ല, വളരെ ബാലിശമാണ്, വളരെ വീക്കാണ് അത്തരം ആർഗ്യുമെന്റുകളൊക്കെ. അപ്പം നമ്മൾ മതത്തെയാണ് കൈകാര്യം ചെയ്യുന്നത്. മതം എന്തു പറയുന്നു അതനുസരിച്ച് ജീവിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട് ഇവിടെ. ഒരിക്കലും ഇവിടുത്തെ വലിയൊരു സമൂഹം ഹിന്ദുക്കള് ഫാസിസ്റ്റുകളല്ല. വളരെ വലിയൊരു സമൂഹം, മൃഗീയ ഭൂരിപക്ഷം മുസ്ലിങ്ങളും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളല്ല. ഒരു വലിയ വിഭാഗം ക്രിസ്ത്യാനികൾ എല്ലാ രാഷ്ട്രങ്ങളും പോയിട്ട് കൊളോണിയലിസം സ്ഥാപിക്കുകയും അവിടെ മതപരിവർത്തനം നടത്തുകയും അവിടുത്തെ സമ്പത്ത് മുഴുവൻ കൊള്ളടിക്കണം എന്ന് വിശ്വസിക്കുന്നവരല്ല. എല്ലാ നാട്ടിലും പോയിട്ട് തീവ്രവാദത്തെ തച്ചുടച്ച് എന്നുള്ളതിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ ബോംബിട്ട് കൊല്ലണം എന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളല്ല മഹാഭൂരിഭാഗം ക്രിസ്ത്യാനികളും. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ മതം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കാഴ്ച തന്നെയാണ്. ഇപ്പോൾ ബംഗ്ലാദേശിലാണെങ്കിലും വിശ്വാസം കാവലിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ക്ഷേത്രങ്ങൾക്കും നിങ്ങൾ ഹൈന്ദവരെ ആക്രമിക്കുന്നുള്ള വിശ്വാസികളായ ആളുകൾ കാവലിരിക്കുന്ന ഒരു കാഴ്ച പ്രതീക്ഷയോടെ ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, രണ്ടാം ഖലീഫ, ഇസ്ലാമിൻ്റെ രണ്ടാം ഖലീഫ, മഹാനവറുകളെ ഇങ്ങനെ ഒരു യാത്രാമധ്യേ ക്രിസ്ത്യൻസ് കാണുകയാണ്. ഇസ്ലാമിക നാഗരികത എന്ന് പറഞ്ഞാൽ അന്ന് അതിൽ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ജൂതന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും ഈ സിറിയ ആ ഭാഗങ്ങളിലൊക്കെ, ഫലസ്തീൻ ഭാഗങ്ങളിലൊക്കെ ക്രിസ്ത്യാനികളും ജൂതന്മാരും ഉണ്ട്. ഇപ്പം ഈ ഫലസ്തീൻ പ്രദേശത്ത് എത്തിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കനീസയിൽ, ചർച്ചിൽ കയറുകയാണ്. അവരായിട്ടും ഡിസ്കഷൻ നടത്തി നിസ്കരിക്കാനുള്ള സമയമായി. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനോട് അവർ പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് നിസ്കരിച്ചോളി, നാട്ടിന്റെ ഭരണാധികാരിയല്ലേ. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താ, ഞാൻ ഇവിടുന്ന് നിസ്കരിക്കൂല. കാരണം ഞാൻ ഒറ്റ പ്രാവശ്യം നിസ്കരിച്ചാൽ പിന്നീട് എൻ്റെ അനുയായികളെങ്ങാനും ഒരു വാദം ഉന്നയിച്ചാലോ, അതുകൊണ്ട് ഇതിവിടെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ആ ചർച്ചിന്റെ പുറത്തിറങ്ങിയിട്ട് സ്റ്റെപ്പിൽ പോയിട്ടാണ് നിസ്കരിച്ചു, മുറ്റത്ത് പോലും നിസ്കരിച്ചില്ല. ഇതാണ് വിശ്വാസം കാവലിരിക്കുക. നിങ്ങൾ ആ പ്രയോഗം വളരെ കൃത്യം. വിശ്വാസം ആണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ചെയ്തികൾ ഓരോരുത്തരും അവനവന് അനുസരിച്ച് ദുർവ്യാഖ്യാനിക്കും. മുസ്ലിം ലോകത്തിന്റെ അമീറാകാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ടാവാം, അമീറുൽ മുഅ്മിനീൻ. അവർക്ക് വേണ്ടിയത് രാഷ്ട്രീയമാണ്, അവർക്ക് വേണ്ടിയ ഭരണമാണ്. ആ ഭരണത്തിന് വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും. ഉദാഹരണം പറയാം, ഈജിപ്തിൽ ഇഖ്വാനുൽ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞ ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. അതാണ് ലോകത്ത് തീവ്രവാദം എത്രമാത്രം വേരുപിടിപ്പിക്കാനുള്ളൊരു കാരണം. അവർ ഈജിപ്തിൽ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവർ ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കൊക്കെ എതിരായിരുന്നു. കാരണം അവരുടെ അടിസ്ഥാനവാദം എന്താ, അള്ളാഹു നേരിട്ടിറക്കിയ നിയമങ്ങളെ നടപ്പാക്കാവോ, അത് വ്യക്തികളിലൂടെ ഇന്ന് കാണുന്ന രാജാക്കന്മാരും ഇത്തരം സംവിധാനങ്ങളൊക്കെ തെറ്റാണ്. ആർഗ്യുമെന്റിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നു. പക്ഷെ അങ്ങനെ വാദിച്ച ഒരു വിഭാഗം പോലും അധികാരത്തിന് വേണ്ടിയിട്ട്
സ്വന്തം അവർക്ക് നിലനിൽപ്പില്ല എന്ന് കാണുമ്പോൾ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയൊക്കെ കൂട്ടിയിട്ട് മുന്നണി ഉണ്ടാക്കിയിട്ട് അധികാരത്തിലേക്ക് കയറാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. ബംഗ്ലാദേശിലും അത് തന്നെയാണ് നടക്കുന്നത്. ബംഗ്ലാദേശിൽ ഈ ഷെയ്ഖ് ഹസീനന്റെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ്, അതിൽ ഹിന്ദുക്കളുടെ സപ്പോർട്ടുണ്ട്, മതന്യൂനപക്ഷങ്ങൾ, അവിടെ കുറച്ച് ക്രിസ്ത്യൻസും ബുദ്ധിസ്റ്റുകളും ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ സപ്പോർട്ടുള്ള ഒരു ഇതാണ്, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് അവാമി ലീഗ്. സ്വാഭാവികമായിട്ടും അതിനെതിരെ അപ്പോൾ ആ ഒരു ഇതിലാണ് അവർ. ഇനി ഹിന്ദുക്കളും മറ്റൊക്കെ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് അവർ ചേഞ്ച് ചെയ്താൽ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ചർച്ചുകളുണ്ടോ ക്ഷേത്രങ്ങളുണ്ടോ എന്നൊന്നും. അപ്പോൾ സത്യത്തിൽ വിശ്വാസം അവിടെ വർക്ക് ചെയ്യുന്നേ ഇല്ല. എല്ലാം വർക്ക് ചെയ്യുന്നത് എങ്ങനെ ബംഗ്ലാദേശിൻ്റെ അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ അല്ലെങ്കിൽ സിറിയൻ്റെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയുന്ന ഇന്റർനാഷണലി നമ്മൾ സൂഫി സുന്നികൾ എന്ന് പറയും, നമ്മളെ നാടുകളിൽ സുന്നികൾ എന്ന് പറയും. ഒരു മുസ്ലിമിനെയും ഇതുവരെ നാവ് കൊണ്ട് വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ട് പോലും ഒരു മുസ്ലിമിനെ വേദനിപ്പിക്കരുത് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകന്റെ വലിയൊരു വചനം കാണാം, മൻ ആദാ ദിമ്മിയൻ ഫഖദ് ആദാനി. നമ്മളോട് അനുരഞ്ജനത്തിൽ ജീവിക്കുന്ന മുസ്ലിം നാടുകളിൽ, ഇന്ത്യയിലൊന്നുമല്ല, മുസ്ലിം നാടുകളിൽ അനുരഞ്ജനത്തിൽ ഒരു പ്രശ്നമില്ലാതെ വളരെ സൗഹൃദത്തിൽ ജീവിക്കുന്ന ആളുകൾക്കാണ് ദിമ്മിയേറി. എന്നാൽ മുസ്ലിം നാടുമായിട്ട് യുദ്ധം ചെയ്യുന്ന അവിടുത്തെ ഭരണാധികാരി ഖലീഫക്കെതിരെ യുദ്ധം ചെയ്യുന്ന ആളാണ് ഹർബിയല്ല, യുദ്ധമൊന്നും ചെയ്യാത്ത നമ്മുടെ നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു ദിമ്മിയെ ആരെങ്കിലും ആക്രമിച്ചാൽ ഫഖദ് ആദാനി എന്ന് പറഞ്ഞത് എന്നെ ആക്രമിച്ചതുപോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ അതാണ് വിശ്വാസം കാവലിരിക്കുക എന്ന് പറഞ്ഞത്. അതിൻ്റെ അപ്പുറത്തേക്കുള്ളതൊക്കെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ്. പിന്നെ ഒരു വിമർശനം നമ്മൾ പലപ്പോഴും പലരും പറയുന്നത്, ഇപ്പം മതം നിങ്ങൾ ഒരുപാട് മൂല്യങ്ങൾ പറയും, പക്ഷേ ഈ മൂല്യങ്ങളൊന്നും പ്രായോഗികമല്ല, അല്ലെങ്കിൽ മൂല്യങ്ങളൊന്നും പുറസമൂഹത്തിൽ വർക്ക് ചെയ്യില്ല എന്നൊക്കെ ഒരു വിമർശനം പറയാനുണ്ട്. പക്ഷേ ഉമർ റളിയല്ലാഹുവിൻ്റെ കാര്യം ഉസ്താദ് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വലിയ അധികാരം കിട്ടുന്ന മക്ക വിജയത്തിൻ്റെ ആ സമയത്ത് എന്താ പറയുന്നത്, അവിടെ നമുക്ക് എന്തും സാധ്യമാണ്, അവിടെ അവരെ സ്വതന്ത്രരാണ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വാക്യം. അപ്പൊ അത് തന്നെയാണ് വിശ്വാസം വർക്ക് ചെയ്യുന്ന. മൂല്യങ്ങൾ വർക്ക് ചെയ്യൂല എന്ന് നമ്മൾ ഇങ്ങനെ ചിലരെങ്കിലും പറയാറുണ്ട്. മൂല്യങ്ങൾ ഒരുപാട് പഠിപ്പിച്ചാൽ പോരാ, മൂല്യങ്ങൾ വർക്ക് ചെയ്യൂല എന്ന്. നമ്മൾ ഇതിൽ ചിന്തിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മൂല്യങ്ങൾ തീരെ ലോകത്ത് വർക്ക് ചെയ്തിട്ടില്ലേ? മൂല്യങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ മൂല്യങ്ങൾ വർക്ക് ചെയ്യാതിരിക്കാനൊരു കാരണം ഉണ്ടാവില്ലേ? ആ കാരണങ്ങളിൽ ഇവർക്ക് എന്തെങ്കിലും റോളുണ്ടോ? മൂല്യരഹിതമായ ജീവിതത്തെ നിരന്തരം പ്രോത്സാഹിപ്പിച്ച്, ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ ലിബർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പദമുണ്ട്, ചെറിയൊരു പദ, സ്വാതന്ത്ര്യം എന്നതിൻ്റെ അർത്ഥം. ഒരർത്ഥത്തിൽ അതിനാണ് ഈ ലിബറലിസം ഒക്കെ വരുന്നത്. ഒക്കെ ഒരേ ധാതുവാണല്ലോ. ഇവിടെ വാദിക്കുന്നവരിപ്പോൾ എന്താ പറയുന്നത്, സർവ്വസ്വാതന്ത്ര്യമാണ് മനുഷ്യർ. പക്ഷെ ഭരണഘടനയിൽ ലിബർട്ടിയെ തന്നെ എത്ര അതിനുള്ളൂ, നമ്മൾ നിയമത്തോളം സ്വാതന്ത്ര്യമേ ഉള്ളൂ. നമ്മൾ ഇന്ത്യ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലി നമ്മളൊരു സോവറിൻ സ്റ്റേറ്റായി, അല്ലാതെ ഞാനും നിങ്ങളും സ്വതന്ത്രമായിട്ട് നമുക്ക് എന്തും ചെയ്യാമെന്ന് അതിനർത്ഥമല്ലല്ലോ. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ വാദിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ സർവ്വസ്വാതന്ത്ര്യമാണ്, നമ്മളെ മനസ്സിലും നമ്മളെ ശരീരത്തിനും തോന്നുന്ന എല്ലാ സുഖങ്ങളും ആസ്വദിക്കാം, എല്ലാം ആസ്വദിക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ താന്തോന്നിത്തത്തെ ഒരു സൈഡിൽ വളരെ ശക്തമായി പ്രോത്സാഹിപ്പിച്ച് മതത്തിൻ്റെ മൂല്യങ്ങൾ വർക്ക് ചെയ്യുന്നില്ല എന്ന് മതത്തിനെ കുറ്റപ്പെടുത്തുന്നത് ഭയങ്കര ഇരട്ടത്താപ്പാണ്. മതത്തിന് ഒരുപാട് മൂല്യങ്ങളുണ്ട്. അത് എല്ലാ മതങ്ങളും നേരിയ തോതിലും സ്ട്രോങ് ആയിട്ടും മറ്റൊക്കെ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ മൂല്യങ്ങളെ പരസ്പരം ബഹുമാനിച്ചും റെസ്പെക്റ്റ് ചെയ്തും എല്ലാവരും ജീവിക്കുകയാണെങ്കിൽ എല്ലാ മൂല്യങ്ങളും ഇവിടെ വർക്ക് ചെയ്യും. മൂല്യങ്ങൾ വർക്ക് ചെയ്യാത്തതിൻ്റെ ഉത്തരവാദി മതമല്ല യഥാർത്ഥത്തിൽ. ഈ മതനിരാസത്തിലൂടെ അവനവൻ്റെ സുഖഭോഗങ്ങളെ, ലൈംഗിക താല്പര്യങ്ങളെ, സാമ്പത്തിക താല്പര്യങ്ങളെ വളർത്തിയെടുക്കുന്നവരുടെ ഒരു ഇതാണത്.
നമ്മൾ ഇപ്പോൾ ഇസ്ലാം തന്നെ ഒരു ന്യൂനപക്ഷമായിരുന്നു ആദ്യം. അന്ന് നേരിട്ട കാര്യങ്ങളൊക്കെ ചരിത്രത്തിൽ വ്യക്തമാണ്. പിന്നെ ഭൂരിപക്ഷം ആകുമ്പോൾ ഉള്ളതാണ് നമ്മൾ മക്ക വിജയത്തെ കാണുന്നത്. അതുപോലെ തന്നെ പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മനോഹരമായ ഈ ന്യൂനപക്ഷങ്ങളോടുള്ള ഒരു പ്രായോഗിക ജീവിതമുണ്ട്. അതിൽ ഹൗസ് ഗോത്രത്തിലെ നേതാവ് മുസ്ലിം ആകുന്നു, ഗോത്രം മുസ്ലിം ആവുന്നില്ല. ഇപ്പൊ നേതാവ് വന്നിട്ട് ഇവർ ധിക്കാരം കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഉമ്മ ഇസ്ലാമിലേക്ക് വരാത്ത ഒരു അനുചരൻ വന്ന് പറയുമ്പോൾ ഉമ്മ ഞാൻ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത രൂപത്തിൽ ഇസ്ലാമിനെ അവഹേളിച്ചു എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി നന്മ ആഗ്രഹിക്കുകയാണ്. ജൂതന്മാര് വന്നിട്ട് തുമ്മുമ്പോൾ അൽഹംദുലില്ലാ പറയുമ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തിരിച്ചു പറയുമല്ലോ. അപ്പൊ അത് പറയുമോ എന്ന് നോക്കാൻ വേണ്ടി ഇവര് ധിക്കാരപൂർവ്വം വന്ന് ഇങ്ങനെ തുമ്മുന്ന സമയത്തും അവർക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് അവരെ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൊണ്ട് പോലും അവരെ പിന്നെ എന്ത് ചെയ്യാണ്, ഒരു ന്യൂനപക്ഷങ്ങളെ പുറന്തള്ളുകയോ അല്ലെങ്കിൽ അവരെ അക്രമപരമായി പെരുമാറുകയോ വാക്കുകൊണ്ടോ ഒരു ചെറിയ പ്രവൃത്തി കൊണ്ടോ പോലും ഇല്ല. അപ്പം ഒരു ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ നമുക്ക് അധികാരം കിട്ടുമ്പോൾ നമ്മൾ വളരുമ്പോൾ മനുഷ്യനോട് എന്നുള്ള മനോഹരമായ അത് നമ്മൾ മറച്ചു പിടിക്കേണ്ടതോ അല്ലെങ്കിൽ നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ അത് വർക്ക് ചെയ്യാത്തതോ അല്ല. അത് അതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 13 കൊല്ലം പ്രബോധനം നടത്തി. അങ്ങനെ മദീനത്തെ ആളുകൾ വിളിച്ച് ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചല്ല, മദീനയിലെ ആളുകൾ വന്നിട്ട് നബി തങ്ങളോട് പറയാണ് നിങ്ങൾ ഇങ്ങോട്ട് പോരി. മദീന ഒന്നടങ്കം സ്വീകരിച്ചു, മദീനയിലെ നേതാവാക്കി, മതപരവും ഭൗതികപരവുമായിട്ടുള്ള നേതാവാക്കി. അപ്പൊ അവിടെ മതന്യൂനപക്ഷങ്ങളുണ്ട്. ആ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്, ന്യൂനപക്ഷം മറ്റുള്ള മതങ്ങളാണ്. അതിന്റെ യഥാർത്ഥ പോപ്പുലേഷൻ ഒന്നും അറിയില്ലെങ്കിലും നമുക്ക് അങ്ങനെ അനുമാനിക്കാൻ പറ്റും. നബി തങ്ങൾക്ക് ഒരു ചെറിയൊരു ഓർഡർ കൊടുത്താൽ മതിയായിരുന്നു, ക്രിസ്ത്യാനികൾ ഇവിടുന്ന് മാറി താമസിക്കണം, ജൂതന്മാർ മാറി താമസിക്കണം, ഇത് മുസ്ലിം ഏരിയയാണ്. അങ്ങനെയല്ലല്ലോ ചെയ്തത്. അന്നത്തെ കാലത്ത് ഇതൊരു പ്രശ്നമല്ല, ഇങ്ങനെ ഒരു വേർഡിക്റ്റ്, ഒരു ഓർഡർ എന്നുള്ളത് ഒരു പ്രശ്നമല്ല. കാരണം ലോകത്തിന് നിയമം അറിയാത്തൊരു കാലഘട്ടത്തിലാണത്. എന്നിട്ടും എന്താ ചെയ്തത്, ലോകത്തിലെ ആദ്യത്തെ ഭരണഘടന മദീന ചാർട്ടർ ഉണ്ടാക്കുക ചെയ്ത്. ഈ മദീന ചാർട്ടർ എന്താ ഉണ്ടാക്കിയത്, അത് മുസ്ലിങ്ങൾക്ക് ജീവിക്കാനുള്ളതല്ല. മദീന ചാർട്ടർ അമുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവര് ഭരണഘടനയുടെ സപ്പോർട്ടിൽ ജീവിക്കണം, വ്യക്തികളുടെ സപ്പോർട്ടിലല്ല ജീവിക്കേണ്ടത്, ഭരണഘടനയുടെ സപ്പോർട്ടിൽ ജീവിക്കണം എന്നുള്ള നിലക്കാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന ചാർട്ടർ ഉണ്ടാക്കി. 40-ലധികം ക്ലോസുകൾ ഇന്നും അവൈലബിൾ ആണ്. ഈ ഇത്ര സ്ട്രോങ് ഭരണഘടന ഉണ്ടാക്കി അമുസ്ലിങ്ങളെ, ജൂതന്മാരെ, ക്രിസ്ത്യാനികളെ, തീയാരാധകരെ, മതമില്ലാത്തവരൊക്കെ മദീനയിൽ താമസിപ്പിച്ച് അവർക്ക് വേണ്ടിയതൊക്കെ സപ്പോർട്ടൊക്കെ കൊടുത്ത്, ഇതിലപ്പുറം ഒരു ന്യൂനപക്ഷത്തോട് കാണിക്കാൻ പറ്റുന്ന മാന്യത എന്താണ്? ഇത് പുസ്തകം പറയുമ്പോൾ ഇതിന് സമാന്തരമായി ലോകത്ത് വിവിധ രാജ്യങ്ങളുടെ അക്രമം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോ ഞാനെപ്പോഴും ചോദിക്കാറുണ്ട്, 40ഓളോ അല്ലെങ്കിൽ 40-ലധികം മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട്. പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളൊരു ആർഗ്യുമെന്റ് ഉണ്ട്. അഫ്ഗാനിസ്ഥാനിലുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുണ്ട്. പക്ഷെ മറ്റെവിടെയാണ് അമുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നത്? ലോകത്ത് മുസ്ലിം രാഷ്ട്രങ്ങളിലൊക്കെ ക്രിസ്ത്യൻസ് ഉണ്ട്, ജൂതന്മാരുണ്ട്. ജൂതന്മാരെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിരുന്ന് സംസാരിക്കുമ്പോൾ 40,000 മുസ്ലിങ്ങളെയും ഒരല്പം ക്രിസ്ത്യാനികളെയും കൊന്നിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഇത്രയും ജൂതന്മാർ അറേബ്യൻ നാടുകളിൽ, സൗദി അറേബ്യയിലും UAE-യിലും ഖത്തറിലും ഒമാനിലും മലേഷ്യയിലും ഇന്തോനേഷ്യയിലും ഒക്കെ ജൂതന്മാരില്ലേ? ഒരു ജൂതൻ ഇതുവരെ കൊന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുമോ? ഇസ്മായിൽ അനിയ എന്ന് പറയുന്ന ഹമാസിന്റെ അവരുടെ ഏറ്റവും വലിയ നേതാവിനെ കൊന്നിട്ട് എന്താണ് ഇവിടെ ഉണ്ടായത്? ഇറാനിൽ ജൂതന്മാരുണ്ടെങ്കിൽ അവർ പോലും സേഫ് അല്ലേ? ഉണ്ടോന്ന് നമുക്കറിയില്ല. അവർ പോലും സേഫ് അല്ലേ? ഇല്ലെങ്കിൽ ഇറാനിൽ മാത്രമല്ലല്ലോ മുസ്ലിംസ് ഉള്ളത്, ഷിയ മുസ്ലിംസ് യമനിലുണ്ട്, സിറിയയിലുണ്ട്, പലയിടത്തും ഉണ്ട്. ഇപ്പം ഞാൻ ഈജിപ്ത് പോയപ്പോൾ, ഈജിപ്തിൻ്റെ കുറച്ച് കൈറോന്ന് 300-400 കിലോമീറ്റർ അപ്പുറത്ത് പോയപ്പോൾ അവിടെ ചർച്ച് കണ്ടു, പലതും കണ്ടു. കൈറോയിലും ഉണ്ട് ഇതൊക്കെ. പക്ഷെ എനിക്ക് എന്താ വെച്ചാൽ ഒരുപാട് ജൂത റബ്ബിമാരും മറ്റൊക്കെ ഇഷ്ടം പോലെ നമ്മളെ നാട്ടിൽ നമ്മൾ മുസ്ലിയാക്കന്മാരെ കാണുമ്പോൾ അവിടെ കണ്ടു. ഒരുപക്ഷെ മുസ്ലിം പണ്ഡിതന്മാരെ അവിടെ കാണുന്ന കുറവാണ്. അങ്ങനെ അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ഫലസ്തീൻ്റെ തൊട്ട് ചാരെയാണ് ഈ ജൂത റബ്ബിമാരും ജൂതന്മാരും ഇത്ര സൗഹൃദത്തിലും സന്തോഷത്തിലും ജീവിക്കുന്നത്. അപ്പോൾ ഇത് ഇസ്ലാമിൻ്റെ നിലപാടല്ല. മുസ്ലിങ്ങൾ
ഒരു 99.9% നിലപാടുള്ളവരുമല്ല. ഫലസ്തീനിൽ 40,000 മുസ്ലിങ്ങളെ കൊന്നിട്ടുണ്ട്, അതുകൊണ്ട് നിരപരാധിയായ ഒരു ജൂതനെ കൊല്ലുക, അല്ലെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷത്തെ ആക്രമിക്കേണ്ടതുണ്ട് എന്ന് ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ ഒരു വ്യക്തിയും ചിന്തിച്ചിട്ടില്ല. ഭരണകൂടം ചിന്തിച്ചിട്ടില്ല എന്നല്ല, ഒരു വ്യക്തി ചിന്തിച്ചാൽ തന്നെ പലതും ചെയ്യാൻ കഴിയുമല്ലോ. ഇപ്പോൾ ഫലസ്തീൻ്റെ അയൽപ്രദേശമാണ് ഈജിപ്ത്, സിറിയ പോലുള്ള. അവിടെ നിന്നൊക്കെ നമ്മൾ മുസ്ലിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ട്. അത് ഒരു ഐഡിയോളജിക്കൽ ഇഷ്യൂ ആണ്, തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ. പക്ഷെ മതന്യൂനപക്ഷത്തെ ആക്രമിച്ച ഇഷ്യൂ നമ്മൾ കേൾക്കുന്നില്ല. അപ്പൊ ഇത് എന്തുകൊണ്ട്? ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പെർഫെക്റ്റ്, നമ്മൾക്ക് മദീനയാണ് നമ്മളെ മാതൃക. വളരെ പെർഫെക്ഷൻ അതിലൊക്കെ ഉണ്ട്, ക്ലാരിറ്റി ഉണ്ട്. ഒരു മുസ്ലിം നമ്മളെ രാഷ്ട്രത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അദ്ദേഹത്തോട് എങ്ങനെ പെരുമാറണം, ഇത് അദ്ദേഹത്തിൻ്റെ ആരാധനാലയത്തെ എങ്ങനെ സംരക്ഷിക്കണം, അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ എങ്ങനെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്തുള്ള മുഴുവൻ ടെക്സ്റ്റുകൾ എടുത്തു നോക്കി, മതത്തിൻ്റെ ടെക്സ്റ്റുകൾ, ഖുർആനിലെ ഒറ്റ പ്രസ്താവന ലാ തസുബ്ബുല്ലദീന യദൂന മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ മറ്റു മതങ്ങൾക്കാർ ആരാധിക്കുന്ന ആരാധന പാത്രങ്ങളെ, അത് ബിംബങ്ങളാവാം, വ്യക്തികളാവാം, എന്താവാം, അവരെ നിങ്ങൾ ചീത്ത വിളിക്കരുത് എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. അതിൽ രണ്ടെണ്ണം. ഒന്ന്, പ്രശ്നം ഉണ്ടാക്കരുത്, പിന്നെ പരസ്പരം സ്പർദ്ധ ഉണ്ടാക്കരുത്. പക്ഷെ അതിലുപരി ഈ ഇത്തര ധൈര്യത്തിൽ വേറെ ഏത് ടെക്സ്റ്റിലും നമുക്ക് കാണാൻ കഴിയും? ബൈബിളിൽ കാണാൻ കഴിയും, ഉപനിഷത്തുകളിൽ കാണാൻ കഴിയും. നിങ്ങൾ മറ്റു മതങ്ങളുടെ ആരാധന പാത്രങ്ങളെ പിന്നെ എന്ത് ചെയ്ത് ചീത്ത പറയരുത്. എന്തുകൊണ്ടാണ് ലോകത്തൊരു മുസ്ലിമും യേശുവിനെ കുറ്റം പറയാത്തത്? ലോകത്തൊരു മുസ്ലിമും ഹൈന്ദവരുടെ രാമനെയോ കൃഷ്ണനെയോ കുറ്റം പറയാത്തത്? നമ്മളെ മതം നമ്മളോട്, മതമാണ് അവിടെ വിശ്വാസം. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസമാണ്, നമ്മളെ വിശ്വാസമാണ് ഇതിനൊക്കെ നമ്മളെ തടയുന്നത്. നമ്മൾ ഉള്ളിൽ മറ്റുള്ളവരൊക്കെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. എല്ലാവരും ഇവിടെ അവരവരുടെ ലോകം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന പരിശുദ്ധ ഖുർആന്റെ തുടക്കമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതറിയാത്തവർ ആരും ഉണ്ടാവില്ല. മുസ്ലിം സമൂഹത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കും കൂടി അറിയുന്നതാണ് ബിസ്മി. ഈ റഹ്മാനുർ റഹീം എന്നുള്ള ആ പദം, അതിന് ഇപ്പോൾ പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ നിന്നാണ് ട്രാൻസ്ലേഷൻ കാണുക. രണ്ടും ഒരേ അർത്ഥം, കാരുണ്യവാനും കരുണാനിധിയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ, ഒരു പദത്തിലല്ലേ. ശരിക്കും അത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ തുടക്കം മുതൽ ചൊല്ലി കേൾക്കുന്ന ഒരർത്ഥമാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അള്ളാഹുവിന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും അള്ളാഹു ഒരുപോലെ ഗുണം ചെയ്യും, കരുണ ചെയ്യും, ഗുണം ചെയ്യും. യഥാർത്ഥത്തിൽ ഇതല്ലേ, ഇങ്ങനല്ലേ പരിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ മുസ്ലിമിൻ്റെ ഒരു ആത്യന്തിക വിശ്വാസം, നിലപാട് പറഞ്ഞതല്ലേ, ഇവിടെ എല്ലാവരും ജീവിക്കേണ്ടവരാണ്, എല്ലാവരോടും കാരുണ്യം ചെയ്യുക. എത്രമാത്രം നമ്മൾ ഇപ്പം ഞാൻ ഈ വർഷം ഹജ്ജിന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് 5 ലക്ഷം രൂപയുണ്ട്. എനിക്ക് ഒരുപാട് അമുസ്ലിം അയൽവാസികളുണ്ട്. അവർ പട്ടിണി എടുക്കുകയാണെങ്കിൽ എനിക്ക് ഹജ്ജ് നിർബന്ധമില്ല, ഞാൻ അവരുടെ പട്ടിണി മാറ്റുക വേണ്ടി. അവർക്ക് ചികിത്സിക്കാൻ വകുപ്പില്ല എന്ന് വെക്കുക, ഞാൻ അവരുടെ ചികിത്സ കൊടുക്കുക വേണ്ടി. ഞാൻ ഹജ്ജോ ഉംറ ചെയ്യല്ല വേണ്ടി. എൻ്റെ അടുത്ത് നിസ്കരിക്കാൻ നമ്മൾ ഒളിവ് കൊടുക്കണം. വെള്ളമുണ്ട്, ഒരു മുസ്ലിം ദാഹിച്ച് നമ്മളോട് വെള്ളം ആവശ്യപ്പെട്ടാൽ ഞാൻ ഒളിവ് കൊടുക്കല്ല വേണ്ടി, ആ മുസ്ലിമിന് വെള്ളം കുടിപ്പിക്കുക വേണ്ടി, ആ മുസ്ലിമിനെ കൂടെ ഇരുത്തി ഭക്ഷണം കഴിക്കുകയാണ് വേണ്ടിയത്. ഇങ്ങനെ എന്തെല്ലാം നിയമങ്ങളാണ്. നമ്മൾ നേരം വെളുക്കോളം പറഞ്ഞാലും തീരാത്ത അത്രയും സൗഹൃദവും മാനുഷിക പാടുമാണ് ഇസ്ലാമോട് വെച്ച്. അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ ബംഗ്ലാദേശിലൊക്കെ നടക്കുന്നത് പ്യുവർ പൊളിറ്റിക്സ് ആണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ ശ്രമങ്ങളാണ്. നെല്ലും പതിരും വേർതിരിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മതത്തെ മനോഹരമായി വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ചരിത്രം മനോഹരമായി വായിച്ചാൽ എന്താണ് ഇസ്ലാം എന്നും എവിടെയാണ് മുസ്ലിങ്ങൾ നിൽക്കുന്നതെന്നും വ്യക്തമായി മനസ്സിലാക്കാവുന്ന. അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ മക്ക വിജയം. അതെ, മക്ക എന്ന് പറഞ്ഞ നബിതങ്ങളുടെ നാടാണ്. 53 വർഷം ജീവിച്ചു, 13 വർഷം പ്രബോധനം നടത്തി. എന്നിട്ട് അവിടുന്ന് ആട്ടിപ്പായിപ്പിച്ചത്, കൊല്ലാൻ വേണ്ടി വന്നപ്പോൾ രക്ഷപ്പെട്ടതാണ്. ഈ നാട്ടിലാണ് 7 വർഷം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചെത്തുന്നത്. എല്ലാവരും പത്തി മടക്കിയിട്ടുള്ളത്. അന്ന് ആക്രമിച്ചവരൊക്കെ മുന്നിലുണ്ട്. പലരും എല്ലാവരും ചിലരൊക്കെ വീട്ടിൽ പോയൊക്കെ ഒളിച്ചു. അപ്പോൾ
പറഞ്ഞെന്താ ഇത് ഹബു അന്തുമുത്തുലക്ക, നിങ്ങളൊക്കെ പൊയ്ക്കോളി, ഇവിടെ നിൽക്കണ്ട, എൻ്റെ മുന്നിൽ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കൊന്നും വേണ്ട, നിങ്ങൾ പൊയ്ക്കോളി, എല്ലാവരും സ്വതന്ത്രമാണ് ഇവിടെ, അങ്ങനെ നിങ്ങളൊക്കെ ഇന്ന് മുതൽ ഇസ്ലാം ആയിക്കോളി എന്നല്ലല്ലോ പറഞ്ഞത്. അവിടെ അധികാരം പ്രയോഗിച്ചിട്ടില്ല, ബലം പ്രയോഗിച്ചിട്ടില്ല, ഒന്നും പ്രയോഗിച്ചിട്ടില്ല. ലോകത്ത് ബലം പ്രയോഗിച്ച് മതത്തിലേക്ക് കൊണ്ടുവന്നാൽ അങ്ങനെ മതത്തിന്റെ ആളാകൂല, വിശ്വാസം സമ്പൂർണ്ണമാകൂല എന്ന് പറഞ്ഞ ഏക മത ഇസ്ലാമാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മറ്റുള്ള മതക്കാരെ ബലം പ്രയോഗിച്ച് മതത്തിലേക്ക് കൊണ്ടുവരിക, അവരുടെ ആരാധനകൾ പൊളിക്കുക, അവരെ പീഡിപ്പിക്കുക, ഇത് ഇസ്ലാമിക പോളിസിയേ അല്ല. ചില സ്ഥലങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമല്ല, ഈ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സിദ്ധാന്തങ്ങളാണ് അതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചത്. പൊതുസമൂഹത്തോട് നമുക്ക് പറയാനുള്ളത്, എനിക്ക് ഒരുപാട് പാതിരിമാരെ, പള്ളിയിലച്ചന്മാരെ പരിചയമുണ്ട്. അവരൊക്കെ ചോദിക്കാറുണ്ട്. ഒരിക്കൽ എന്നോട് ഒരു പള്ളിയിലച്ചൻ ചോദിച്ചു, പിന്നെ ജിഹാദിനെ കുറിച്ച് എന്താ നിങ്ങളെ മതം പറയുന്നത്, അത് അമുസ്ലിങ്ങളൊക്കെ കൊല്ലാനല്ലേ പറയുന്നത്? ഞാൻ ചോദിച്ചു, സാറേ 40-ലധികം മുസ്ലിം രാഷ്ട്രങ്ങളില്ലേ, ലോകത്തിൻ്റെ 3/4 പ്രദേശത്തും ഇസ്ലാം ഭരണം നടത്തി എന്ന് പലപ്പോഴും നമ്മൾ കേൾക്കാമല്ലോ, എന്നിട്ട് എത്ര അമുസ്ലിങ്ങളെ കൊന്നു? ചരിത്രം ക്ലിയറാണല്ലോ. ഇവിടെ പിന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നു എന്ന് പറയപ്പെടാറുണ്ട്. ഹിറ്റ്ലറും മുസോളിനിയും കൊന്നവരുടെ കണക്ക് നമുക്കറിയാം. ഇങ്ങനെ എത്ര ഭരണാധികാരികൾ കൊന്നു? മുസ്ലിം ഭരണാധികാരികൾ കൊന്ന ലിസ്റ്റൊന്ന് എടുക്കാം, എന്നിട്ട് അതിൽ മതത്തിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ എത്ര കൊന്നു എന്ന് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ ജിഹാദ് ഇങ്ങനെ വ്യത്യസ്ത ടേമുകളെ ഇവിടെ വളരെ വൃത്തികേടാക്കണ്ട. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന കാഫിർ എന്നുള്ളൊരു പ്രയോഗമാണ്. അതൊരു അറബി പ്രയോഗമാണ്. കാഫിർ എന്നുള്ളതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിന് ഒരു അർത്ഥത്തെ വളരെ വൃത്തികേടായിട്ട് ഇവിടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ശ്രമമാണ്. പഴയ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ആരും കാഫിർ എന്നൊന്നും പറയാറില്ല. അപ്പം അതെല്ലാവർക്കും അറിയാം. പക്ഷെ മുസ്ലിം അമുസ്ലിം എന്നൊക്കെയുള്ള പ്രയോഗങ്ങളാണ്, അല്ലെങ്കിൽ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ പറഞ്ഞാൽ ആ പദത്തിന്റെ ഒരു അർത്ഥം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ആ അർത്ഥത്തിന്റെ അപ്പുറത്തേക്ക് ഇവർ കൊണ്ടുപോയി അതിനെ നമ്മളത് അതിന് ദുരുപയോഗം ചെയ്യുകയാണ്. അതിന് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലായിടത്തും വില്ലൻ അധികാരമാണ്, ഭരണമാണ്, എല്ലാവർക്കും അതാ വേണ്ടിയത്. അത് ഞാൻ പറഞ്ഞു വരുന്നത്, പഴയ കാലത്ത് അറബി പ്രയോഗങ്ങൾ വളരെ വ്യാപകമായി മനുഷ്യന്മാർ ഉപയോഗിച്ചിരുന്നു. ആഫത്ത് എന്ന് പറയും, മുസീബത്ത് എന്ന് പറയും, ഇതൊക്കെ നമ്മൾ സ്ഥിരം പ്രയോഗിക്കുന്ന പ്രയോഗങ്ങൾ. ഇങ്ങനെ എന്തെല്ലാം അറബി പ്രയോഗങ്ങളാണ് നടത്തി. അതുപോലെ പഴയ കാലത്ത് എല്ലാവരും കാഫിർ എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നല്ലാതെ ഇപ്പോൾ ഈ കാഫിർ എന്നുള്ള പ്രയോഗത്തെ മുസ്ലിങ്ങൾ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ പിന്നെ ഒരു വർഗീയത സൃഷ്ടിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട ഒരു പദയല്ല. അപ്പോൾ ഇങ്ങനെ ഓരോ ഇസ്ലാമിക് ടെർമിനോളജിയെയും വളരെ വൃത്തികേടായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പക്ഷേ ഇസ്ലാമിക ടെക്സ്റ്റുകൾ വളരെ ക്ലിയറാണ്. ഞാൻ ഇന്നലെ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു കുട്ടി എന്നോട് ചോദിച്ചു, പിന്നെ ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാക്കേണ്ടതുണ്ടോ? ഞാൻ അവനോട് തിരിച്ച് 3 ചോദ്യം ചോദിച്ചു. മോനെ, പരിശുദ്ധ ഖുർആൻ മൊത്തം ഓതിയിട്ടുണ്ടോ? ഉണ്ട്. എവിടെയെങ്കിലും 6666 ആയത്തുകൾ എവിടെയെങ്കിലും ഇന്ത്യ പോട്ടെ, ലോകത്ത് എവിടെയെങ്കിലും ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ നമ്മളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ടോ? ഇല്ല. 10 ലക്ഷം ഹദീസുകളുണ്ട്. 1 ലക്ഷം ഹദീസുകൾ ഇന്നും നമുക്ക് വായിക്കാൻ അവൈലബിൾ ആണ്. ഈ 1 ലക്ഷം ഹദീസുകളിൽ ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചു കൊള്ളണം എന്നുള്ള കൽപ്പന ഉണ്ടോ? നമ്മളോടുണ്ടോ? ഇല്ല. പിന്നെ ഇസ്ലാമിക ഫിഖ് ഉണ്ടല്ലോ, ഫിഖിൽ എവിടെയെങ്കിലും ഉണ്ടോ രാഷ്ട്രം സ്ഥാപിക്കൽ നിർബന്ധമാണ് അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കണം? ഇല്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതുപോലത്തെ സെക്യുലറായിട്ട് ജനങ്ങളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഇന്ത്യ പോലത്തെ രാഷ്ട്രങ്ങളിൽ ഇത്തരം ആശയങ്ങളെ വലിച്ചു കൊണ്ടുവന്ന് ഇവിടെ അന്തരീക്ഷം മലീമസാക്കുന്നത്? ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് അങ്ങനെ ഒരു കൽപ്പനയില്ല. നമ്മൾ ഇത്രയും കാലം പഠിച്ചിട്ട് നമ്മളെ ഉസ്താദുമാർ പഠിപ്പിച്ചു തന്നിട്ട് ഇതുവരെ ഒരക്ഷരം പോലും അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടില്ല. എന്ന് മാത്രമല്ല, ഇപ്പം നമ്മൾ ഒരു ഉസ്താദിൽ നിന്ന് അല്ലെങ്കിൽ ഗുരുവിൽ നിന്ന് ഒരു ശിഷ്യൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഹദീസ് എന്താ? അർറാഹിമൂന ഇർഹമുഹുമുർ റഹ്മാനു തബാറക വതആല ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ഭൂമിയിലുള്ള എല്ലാവരോടും കാരുണ്യം കാണിക്കുക, എന്നാൽ ആകാശത്തിലുള്ള അള്ളാഹു നിങ്ങളോടും കാരുണ്യം കാണിക്കും. ഇതാണ് ഒരു മുസ്ലിം വിദ്യാർത്ഥി
തൻ്റെ ഗുരുവിൽ നിന്ന് ഇസ്ലാമിക പാഠത്തിൻ്റെ ആദ്യാക്ഷരം പഠിക്കുന്നത്. നമ്മളൊക്കെ ആദ്യാക്ഷരം അങ്ങനെയാണ് പഠിച്ചത്. ഇത്രമാത്രം ക്ലിയറായ ഒരു മതത്തെ വളരെ കൃത്യമായി പഠിക്കാൻ വേണ്ടി രാഷ്ട്രീയ ഐഡിയോളജി ചാനലുകളൊക്കെ അതിൻ്റെ പിന്നാലെയാണ്, എല്ലാവരും അതിൻ്റെ പിന്നാലെ. ഈ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് മതത്തിൻ്റെ ടെർമിനോളജികളെ ദുർവ്യാഖ്യാനിക്കുന്നവരുടെ പിന്നാലെ പോകണ്ടേ. ബംഗ്ലാദേശിൽ ഇങ്ങനെ സംഭവിക്കുന്നു, പണ്ട് അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചു. എന്താണ് മതം പറയാനുള്ളത് എന്ന് മതത്തിൻ്റെ ആളുകളോട് ചോദിച്ച് മതത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം ഉറപ്പാ, ഇസ്ലാമിനെ പഠിക്കാനുള്ള ആധികാരിക സോഴ്സുകൾ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. ഈ സോഴ്സുകൾ പഠിച്ച ഒരാൾ വളരെ കൃത്യമായിട്ട് ടെക്സ്റ്റിൽ നിന്നും കോണ്ടെക്സ്റ്റിൽ നിന്നും മനസ്സിലാക്കി പഠിച്ച ഒരാൾക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. കാരണം മുസ്ലിങ്ങൾ വളരെ കൃത്യമായിട്ട് ഇവിടെ കഴിഞ്ഞ 1400 വർഷങ്ങളായിട്ട് ജീവിക്കുന്നുണ്ട്, ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരും എവിടെയും പോയി പ്രശ്നം ഉണ്ടാക്കുന്നില്ല. പ്രശ്നം ഉണ്ടാക്കുന്നിടത്ത് പോലും ഉണ്ടാക്കാൻ സാധ്യത ഇപ്പോൾ ഇസ്ലാമോഫോബിയ ലോകത്ത് വളരുന്നുണ്ട്. ഇത് എന്തായാലും ഇസ്ലാമിൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന മറ്റു മതക്കാരുണ്ടാക്കിയെടുത്തതാണല്ലോ. മുസ്ലിങ്ങൾ ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കൂലല്ലോ. ഓരോ മതത്തെ ഒരു ക്രിസ്ത്യാനോഫോബിയ അല്ലെങ്കിൽ ഹിന്ദു ഫോബിയ ഇപ്പുറത്തിരുന്നിട്ട് നമുക്കുണ്ടാക്കിക്കൂടെ? പക്ഷെ ഇസ്ലാമിന് അങ്ങനെ ഒരു പോളിസിന് നമ്മളെ ദൈവത്ത് പ്രബോധനം എന്നുള്ളത് മറ്റു മതങ്ങളെ കള്ളത്തരത്തിലൂടെ പ്രചരിപ്പിക്കുക എന്നുള്ളതല്ല. നമ്മൾ സത്യസന്ധമായിട്ടാണ് ദൈവത്ത് നടത്തേണ്ടത്, മിഷണറി പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. അതുകൊണ്ട് നമ്മൾ അതിനൊരു ഓറിയന്റലിസമോടെ സൃഷ്ടിച്ച് ഇസ്ലാമിനെ മലീസമാക്കി നമുക്കൊരു ഓക്സിഡന്റലിസം സൃഷ്ടിച്ചിട്ട് മറ്റു മതങ്ങളൊക്കെ ഇല്ലാത്തത് പറഞ്ഞ് വൃത്തികേടാക്കാമായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ ചർച്ചയുടെ ഒരു അവസാനം എന്നുള്ള നിലക്ക് നമ്മുടെ മുസ്ലിം സമൂഹത്തോടും പൊതുസമൂഹത്തോടും എല്ലാവരോടും പറയാനുള്ളത്, ഓറിയന്റലിസം വളരെ ശക്തമാണ്, ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കുന്നവർ വളരെ ശക്തമാണ്. മുസ്ലിങ്ങൾക്കകത്തു നിന്ന് തന്നെ രാഷ്ട്രീയ ഭരണ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇസ്ലാമിക ഐഡിയോളജിയെ അങ്ങോട്ടും ഇങ്ങോട്ടും വക്രീകരിക്കുന്നവരും വളരെ ശക്തമാണ്. മതം പഠിക്കാതെ മതത്തിന് വേണ്ടി ശബ്ദിച്ച് മതത്തെ മലീമസാക്കുന്നവരും ശക്തമാണ്. ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഇസ്ലാം മാറി നിൽക്കുകയാണ്. ഒരു വലിയ മുസ്ലിം സമൂഹം ഇതിനൊന്നും ഉത്തരവാദികളല്ല. അപ്പം അത്തരം മുസ്ലിം സമൂഹത്തോട് ഇടപഴകുകയും ഇസ്ലാമിനെ വളരെ ഒതൻറ്റിക് ആയിട്ടുള്ള ടെക്സ്റ്റുകളിൽ നിന്നും മനസ്സിലാക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്, ഈ പറയുന്ന ഒരു പ്രശ്നത്തിലും ഇസ്ലാമിനൊരു റോളും ഇല്ല. ലോകത്തുള്ള മുഴുവൻ അമുസ്ലിങ്ങൾക്കും കാവൽ നിൽക്കുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിക വിശ്വാസമാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കാണെങ്കിലും അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദുക്കൾക്കാണെങ്കിലും പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്കാണെങ്കിലും ഇനി ഈവൻ ഫലസ്തീനിലെ ഗസയിലെ ജൂതന്മാർക്ക് പോലും അവിടെ യുദ്ധം നടന്നുകൊണ്ടാണ് അവർക്ക് പോലും കാവൽ നിൽക്കുന്ന ഒരു ഐഡിയോളജിയാണ് നമുക്കുള്ളത്.